ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കുന്ന സ്നാക്കിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്താനായിട്ട്. ഇപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. അപ്പോൾ ഒരു 3 മുട്ട ഈ ബ്രെഡിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നമ്മൾ ബ്രെഡ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം മുട്ട എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഏത് സൈസിലുള്ള ചീസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അതുപോലെ തന്നെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ആ മുട്ടയിലേക്ക് കടന്നിട്ട് ആ ബ്രെഡ് അത്യാവശ്യം കുതിർന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ മിക്സ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് ഈ ഒരു പാനിൻ്റെ അടിഭാഗം മുഴുവനായിട്ട് കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താലും മതി. വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.